ഹലോ, ഇന്ന് ഞാൻ ഒരു മുക്കം ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. നമുക്ക് വളരെ പ്രകൃതി സൗന്ദര്യമായിട്ട് ഇതാണ്ടോ ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുക്കം ഇത് അങ്ങോട്ട് കടന്നു പോകുന്ന പാലമാണ്. ഇവിടെയാണ് നമുക്ക് മുക്കം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം. നമുക്ക് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് മുക്കം. കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കിഴക്ക് ഭാഗത്തേക്കാണ് നമുക്ക് ഈ മുക്കം ഭാഗത്തേക്ക് പോകുന്നത്. അത് കിഴക്ക് ഭാഗമെന്ന് പറയുമ്പോൾ ഓരോ ഭാഗത്തൂടെ പോകാം, മാവൂരിൽ കൂടെ പോകാം. മാവൂരിൽ കൂടെ പോകുന്ന സമയത്ത് വേറൊരു ഭാഗത്തേടെയാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അതായത് നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് പോകുമ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് ചെന്ന് ചേരും. നമ്മൾ പല സ്ഥലത്തു നിന്ന് പോകുമ്പോൾ പല സ്ഥലത്തൂടെ കുന്നമംഗലത്ത് കട്ടാങ്ങൽ വഴി പോവുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക്. അപ്പം ഞാൻ മുക്കത്തുനിന്ന് കോഴിക്കോട് നിന്ന് കിഴക്ക് ഭാഗത്തേക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെ പല വഴിക്കും പോകുമ്പോൾ നമ്മൾ പല ഇതിൽ നിന്നാണ് ചെന്ന് മുക്കം ടൗണിലേക്ക് ചെന്ന് ചേരുന്നത്. ഇതാ മുക്കം ഫെസ്റ്റിവൽ നടക്കുകയാണ്. വളരെ ആഘോഷമായി ഒരുപാട് പേര്. വൈകുന്നേരം ആകുമ്പം നമുക്ക് എന്തായാലും നമ്മൾ വെറുതെ വീട്ടിലിരിക്കുക, നമുക്കിത് ഒരു ആഘോഷം, ഒരു എൻജോയ്മെൻ്റാണ്. കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ, വളരെ സന്തോഷമായിട്ടാണ് അവരവിടെ. നമുക്ക് ആ ഒരു സന്ദർഭം ഭയങ്കര എൻജോയ്മെൻ്റ് ഒരു അവസരം ഉണ്ടാകുന്ന സമയമാണിത്. നമ്മളതിന് വേണ്ടി പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. ഇവിടെ പല കാഴ്ചകളും ഉണ്ട്. നമുക്ക് ഈ കാഴ്ചകൾ അത് പ്രവേശന ഫീസ് 100 രൂപയാണ്. പിന്നെ നമ്മുടെ ഒരു റൈഡിലൊക്കെ കയറുന്നതിനനുസരിച്ച് പൈസ കൂടുതൽ വേണം. നമ്മുടെ ഈ പ്രവേശന ഫീസ് നമ്മൾ 100 രൂപ കൊടുത്താലും നമുക്ക് നഷ്ടം വരുത്തില്ല. അത്രമാത്രം കാണാൻ കാഴ്ചകളുള്ള സ്ഥലമാണ് നമ്മുടെ മുക്കം ഫെസ്റ്റിവലിലൂടെ നടക്കുന്നത്. ഇരവഞ്ഞിപ്പുഴയുടെ തീരത്താണ്. ആ ഇരവഞ്ഞിപ്പുഴ അരികിൽ കൂടെ നമുക്കങ്ങ് നടന്നു പോകാം. നമുക്കങ്ങ് ചെന്നിട്ട് ഈ മുക്കം ഫെസ്റ്റിവൽ നമുക്ക് കണ്ട് ആസ്വദിക്കാം. വളരെ സന്തോഷപൂർവ്വം വൈകുന്നേരം നമുക്ക് വൈകുന്നേരം വരെയും നമ്മൾ ഈ വെയിലും ചൂടും എല്ലാം സഹിച്ച് നിൽക്കുകയല്ലേ. വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു എൻജോയ്മെൻ്റ് ആകും. മുക്കം ഫെസ്റ്റിവൽ ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ തന്നെ ഞാനും വീഡിയോ എടുക്കുന്നുണ്ട്. മുക്കം ഫെസ്റ്റിവൽ കണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. വളരെ ആഘോഷപൂർവ്വം എന്നെ ഇതിന് സഹായിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മകൻ ദിലീപാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കാനും ഈ വീഡിയോ കൈകാര്യം ചെയ്യാനും എല്ലാം എന്നെ സഹായിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മകൻ ദിലീപ്. അങ്ങനെ ഞാൻ ആൾക്കൂട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഗാനമേള നടക്കുന്നുണ്ട്. ഗാനമേള നടക്കുന്നത് തലശ്ശേരിക്കാരുടെ ഗാനമേളയാണ്. അവർ മാപ്പിളപ്പാട്ടിൻ്റെ ഉസ്താദാണ്. സലീം ബായിയുടെ കൂടെയുള്ളവരാണ് ഇപ്പോൾ അവിടെ ഗാനമേള അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഞാൻ അവിടേക്ക് വരികയാണ്. അത് പെട്ടെന്നുള്ള വരവാണല്ലോ എൻ്റേത്. എല്ലാവരും വളരെ ആസ്വദിക്കുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ നൃത്തം ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഗാനമേള അതിൻ്റെ അങ്ങ് ജയിച്ചു പോയതൊക്കെ ഈ ഗാനമേളയിൽ എന്ന് വേണം പറയാൻ. വളരെ സന്തോഷത്തോടെ ഉണ്ടാകും. അവർ ഓരോരോ പാട്ടുകളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മരണക്കിണറെന്ന് പറയുന്ന ഒരു കിണർ പണ്ട് മുതലേ നമ്മൾ എവിടെയും പരിപാടികളുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാറുണ്ടല്ലോ. അത് അവിടെ കണ്ടില്ലേ. ഇതിനൊക്കെ നമുക്ക് വേറെ പൈസയാണ് കേട്ടോ. നമ്മൾ 100 രൂപ കൊടുത്ത് കയറുമ്പോൾ നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഇതിന് പിന്നീടാണ് നമുക്ക് പൈസ. ഇതിന് കൂടുതൽ വേറെ പൈസ കൊടുത്താണ് നമ്മൾ റൈഡെല്ലാം തന്നെ കാണുന്നതിനും കയറുന്നതിന് നമ്മൾ പൈസ വേറെ കൊടുക്കണം. കണ്ടില്ലേ, 2 കാറ് പോകുന്നുണ്ട്, 2 ബൈക്ക് പോകുന്നുണ്ട്. വളരെ നല്ലത്. ഈ ഭാഗമെല്ലാം നല്ല കുലുങ്ങുന്നുണ്ട്. കാരണം ഇവിടെ പിടിച്ച് നിൽക്കുന്നവർക്ക് തന്നെ നല്ലൊരു കുലുക്കം കിട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നവർക്ക് വളരെ നല്ല ഒരു പരിപാടിയാണ്. നമുക്കിത് ആസ്വദിക്കാൻ. കണ്ടില്ലേ, അങ്ങനെ ഇതൊക്കെ കണ്ട് ഇനിയും അടുത്ത ഭാഗത്തേക്കുണ്ടല്ലോ അവർ വന്ന് ഇതൊക്കെ ചെയ്ത് റൈഡ് അതിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടികളൊക്കെ കണ്ട് എല്ലാവരും തന്നെ ആസ്വദിച്ച് നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും തന്നെ ഒരു എൻജോയ്മെൻ്റാണ് വൈകുന്നേരം. ഇത് ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ബൈക്ക് മാത്രമാണ് ഫസ്റ്റിലേക്ക് ഇറങ്ങുന്നത്. വളരെ നല്ല പരിപാടിയാണ്. നമ്മൾ ഇതൊക്കെയാണ് ആസ്വദിക്കേണ്ടത്. നമ്മൾ വൈകുന്നേരം വരെയും കഠിനാധ്വാനം എല്ലാം കഴിഞ്ഞ് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഒന്ന് പോയി നമുക്കിതൊക്കെ കണ്ടെന്ന് ആസ്വദിക്കാവുന്നതേ ഉള്ളൂ. മുക്കം എന്ന് പറഞ്ഞാൽ പ്രസക്തമായ സ്ഥലമാണല്ലോ മുക്കം. മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും നാടാണ് മുക്കം.
ഇന്നും കാഞ്ചനമാല ജീവിച്ചിരിക്കുന്ന സ്ഥലമാണ് മുക്കം. റെയ്ഡ് കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റെയ്ഡ്. ഇതൊക്കെ നിങ്ങൾ കാണുക. ചെറിയ മക്കളെയൊക്കെ ആയിട്ട് പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും. പകലെല്ലാം ഭയങ്കര ചൂടും, രാത്രിയാകുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ആസ്വദിക്കാനൊരു അവസരം കിട്ടുന്നത് നല്ലതല്ലേ. ഇതൊക്കെ കണ്ട് നമുക്ക് ഇതിനിടയിലൊക്കെ ഒന്ന് കയറി അങ്ങനെ കുട്ടികളുടെ ഈ സന്തോഷമെല്ലാം കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മത്സ്യങ്ങളുടെ ഒരു ഇതാണ് നമ്മളിത് കണ്ടു നോക്ക്. ഇതൊക്കെ വലിയ അക്വേറിയങ്ങളിലാണ് ഇത് കാണിക്കുന്നത്. അക്വേറിയങ്ങളാണ്, വലിയ വലിയ അക്വേറിയങ്ങളാണ്. പല സൈസ് മീനുകളാണ്. മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത സൈസ് ചെറിയ അലങ്കാര മത്സ്യങ്ങൾ, പല സൈസ് അലങ്കാര മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത് മുഴുവൻ. ഇതൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. സ്ത്രീകൾ വൈകുന്നേരം വരെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കും ഇതൊക്കെ വന്ന് കണ്ട് സന്തോഷിക്കാനൊരവസരം. പിന്നെ നമുക്ക് ഓർമ്മകളിൽ സൂക്ഷിക്കാം, ഇങ്ങനെയൊക്കെ ഇതെല്ലാം കണ്ടിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഓർമ്മകളിൽ സൂക്ഷിക്കാനും നല്ല ഇതാണ്ട്. മത്സ്യങ്ങളുടെ കളർ തന്നെ നോക്ക്, എന്തെല്ലാം സൈസ് മത്സ്യങ്ങളാണെന്നറിയാമോ. ഈ വീഡിയോയ്ക്ക് എന്നെ സഹായിക്കുന്നത് എൻ്റെ അനുജത്തിയുടെ മകൻ ദിലീപാണ് കേട്ടോ. മത്സ്യങ്ങളുടെ ഇതൊന്ന് കണ്ടു നോക്ക്, എന്ത് ഭംഗിയായത്. നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വാരി വിതറിയ പോലെ നമുക്ക് തോന്നും. പല കളർ പൂക്കൾ വാരി വിതറിയ പോലെ നമുക്ക് തോന്നിക്കുകയാണ്. കണ്ടില്ലേ, എന്താ ഭംഗി. ഇതൊക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഏതെല്ലാം സൈസ് മത്സ്യങ്ങളാണ്. അലങ്കാര മത്സ്യങ്ങൾ ഇത്രയും ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇത്രയൊന്നും അലങ്കാര മത്സ്യങ്ങൾ ഒന്നിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. ഏതെല്ലാം ആകൃതിയിലുള്ള നമ്മൾ വാങ്ങുന്ന സൈസ് മീനുകൾ, നമ്മൾ ഉപയോഗിക്കാൻ വാങ്ങുന്ന സൈസ് മീനുകളുടെ സൈസിൽ തന്നെ പല കളറുകളിലുള്ള ആണ്. ആ വാങ്ങുന്ന മീനല്ല അത് നമ്മൾ ഉപയോഗിക്കുന്ന മീൻ, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന മീനല്ല, ഭക്ഷ്യയോഗ്യമല്ല എങ്കിൽ പോലും ഇത് വളരെ നല്ല, കണ്ടാലും നല്ല ഒരു വളരെ ആകർഷണമായ അതേപോലെ തോന്നിക്കുന്ന മത്സ്യങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്ന മത്സ്യങ്ങളുടെ അതേ സൈസ് മത്സ്യങ്ങളുണ്ട്. ഇതെല്ലാം കാണാൻ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. അങ്ങനെ പല സൈസ് മത്സ്യങ്ങൾ നമുക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാം. കണ്ടില്ലേ, എന്തെല്ലാം കളറുകളാണെന്നറിയാവോ. അതുപോലെ ജനങ്ങളും ഉണ്ട് ഇവിടെ. ഒരു പഞ്ചവർണ്ണ തത്തയെ കണ്ടോ, 5 കളറുണ്ട് ഈ തത്തയ്ക്ക്. അത് ആ കൈ ചലിപ്പിക്കുന്നതിനനുസരിച്ച് അത് നൃത്തം ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നമ്മുടെ വിരലുകൾ, ആ വിരലുകളുടെ ചലനത്തിനനുസരിച്ചാണത് ആ തത്ത ചലിക്കുന്നത്. നൃത്തം ചെയ്യാൻ തന്നെയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഇതൊക്കെ വന്ന് കാണണം. വളരെയേറെ ആകർഷണീയമാണിതെല്ലാം തന്നെ.